നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ചാരമാണെന്ന് കരുതി ചികയാൻ നിൽക്കരുത്, കനല് കെട്ടില്ലെങ്കിലും പൊള്ളും. ഈ ഡയലോഗ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, കാവൽ എന്ന സിനിമയിൽ സുരേഷ് ഗോപിക്ക് സംവിധായകൻ നൽകിയ ഡയലോഗായിരുന്നു. ഇന്നാണ് പലർക്കും അതിന്റെ അർത്ഥം മനസ്സിലായത്. ഒരു ജനതയുടെ താങ്ങും തണലുമായ മനുഷ്യന്റെ വീഴ്ച കാണാൻ കാത്തിരുന്നവരോടും സുരേഷ് ഗോപിയുടെ ജയം കണ്ട് ഉള്ളു മുഴുവൻ പൊള്ളി നിൽക്കുന്നവരുടെയും എടുത്ത് ഈ ഡയലോഗ് അല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക? വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങിയ ഒരു സൂപ്പർ സ്റ്റാർ മലയാളത്തിലുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി മാത്രമാണ്. തന്നാൽ ആവുന്ന വിധം സഹജീവികളെ സഹായിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. ഈ അടുത്തെങ്ങും തുടങ്ങിയതല്ല സുരേഷ് ഗോപിയുടെ ജനസേവനം. ആ മനുഷ്യൻ എല്ലാവരെയും സഹായിച്ചു. അതിന് ജാതിയോ മതമോ നിറമോ ലിംഗമോ ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു അദ്ദേഹത്തിന്. സുരേഷ് ഗോപി എന്ന നന്മയുടെ വറ്റാത്ത ഖനി കേരളത്തിൽ മുഴുവന്റെ സ്വത്താണ്. എന്നാൽ ഒരുപറ്റം ആൾക്കാർ അദ്ദേഹത്തിന്റെ നേരെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഷം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവരിലേക്ക് പൂർണ്ണമായും ഇറങ്ങണമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ഉചിതമായ പാർട്ടിയും തിരഞ്ഞെടുത്തു അദ്ദേഹം. എന്നാൽ സുരേഷ് ഗോപിയുടെ BJP പ്രവേശനം കേരളത്തിലെ ഇടത് വലത് പാർട്ടികളെയും തീവ്ര ഇസ്ലാമികളെയും അസ്വസ്ഥരാക്കി. പിന്നീട് കേരളം കണ്ടത് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ മലയാളത്തിലെ ഒരു താരവും ഇത്രമാത്രം അസഭ്യ വർഷങ്ങളും വിദ്വേഷങ്ങളും കേട്ടിട്ടുണ്ടാവില്ല. പിന്നീട് സുരേഷ് ഗോപി എന്ന വ്യക്തി ടാർഗറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലും വാക്കുകളിലും മതം തിരയാൻ ഒരു വലിയ സംഘം തന്നെ ഇറങ്ങി പുറപ്പെട്ടു. ഇടത് വലതു പാർട്ടികളുടെ കൂലി എഴുത്തുകാരും തീവ്ര ഇസ്ലാമികളും ആ മനുഷ്യനെ മതഭ്രാന്തനായും സവർണ ഫാസിസ്റ്റായും മുദ്രകുത്താൻ തുടങ്ങി. എങ്ങനെയൊക്കെ വേദനിപ്പിക്കാവോ അങ്ങനെയൊക്കെ കുത്തുക, എന്ത് നെറികെട്ട കളിയും കളിച്ച് സുരേഷ് ഗോപിയെ വീഴ്ത്തുക, ഇതായിരുന്നു ഒരു വലിയ സംഘത്തിന്റെ ലക്ഷ്യം. അവർ പറയുന്നതനുസരിച്ച് പണിയെടുക്കാൻ മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളും തയ്യാറായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാനൊന്നുമല്ല എന്നവർ ഭയപ്പെട്ടത്. അവരുടെ ഭയം ശരിയായിരുന്നു. 11.5% 2014 BJPക്ക് ലഭിച്ച വോട്ടെങ്കിൽ വെറും 16 ദിവസത്തെ പ്രചരണം കൊണ്ട് BJPയുടെ വോട്ട് 28.19 സുരേഷ് ഗോപി എത്തിച്ചു. പക്ഷെ പരാജയപ്പെട്ടു. അവർ ഉറക്കെ കൂവി. പക്ഷെ അദ്ദേഹം എന്തു ചെയ്തുകൊണ്ടിരുന്നോ അത് തന്നെ തുടർന്നു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തി. സുരേഷ് ഗോപിയെ പാർട്ടി വീണ്ടും അങ്കത്തട്ടിലും ഇറക്കി. ഇടത് വലത് മുന്നണികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവർ ആ പഴയ തന്ത്രം വീണ്ടും പ്രയോഗിച്ചു തുടങ്ങി. എങ്ങനെയും സുരേഷ് ഗോപിയെ താഴെ ഇറക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൂട്ടം ചേർന്ന് ആക്രമിച്ചിട്ടും ആ മനുഷ്യനും അദ്ദേഹത്തിനൊപ്പമുള്ളവരും പതറിയില്ല. 31.30% വോട്ട് നേടി ഇരു മുന്നണികളെയും സുരേഷ് ഗോപി വിറപ്പിച്ചു. 2016 BJPക്ക് ലഭിച്ച വോട്ടിനേക്കാൾ 11.84% വർധനവായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു. 2 തവണയും തോറ്റതിനാൽ സുരേഷ് ഗോപി തൃശൂർ വിട്ടു പോയേക്കുമെന്നും രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വീഴ്ച കണ്ട് കൈയടിച്ചവർ മനക്കോട്ട കെട്ടിയത്. എന്നാൽ കണ്ടത് മറ്റൊന്നായിരുന്നു. തോൽപ്പിച്ചാലും തൃശൂരിലെ ജനങ്ങൾ തന്നെ ഹൃദയത്തിലാണ് എന്ന് അദ്ദേഹം പ്രവർത്തി കൊണ്ട് തെളിയിച്ചു. തൃശൂരിലേക്ക് താമസം മാറി അവിടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു, അത് പരിഹരിച്ചു കൊടുത്തു. പാവങ്ങൾക്ക് കയറി ചെല്ലാൻ ഒരു പടിയുണ്ടെന്ന് തെളിയിച്ചു കൊടുത്തു. കരുവന്നൂരിൽ കുരുങ്ങി ശ്വാസം മുട്ടിയവർക്ക് കൈത്താങ്ങായി അദ്ദേഹം. അവർക്ക് വേണ്ടി തെരുവിലൂടെ കിലോമീറ്ററുകൾ നടന്നു. തന്റെ നാവ് അവരുടെ ശബ്ദമായി മാറ്റി. എന്നിട്ടും ആ മനുഷ്യനെ ഇടതു വലതു നേതാക്കളും അവരുടെ അടിമകളും സൈബർ പോരാളികളും ബുദ്ധിജീവികളും വെറുതെ വിട്ടില്ല. കരുവന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നടന്നപ്പോൾ, സ്വന്തം മകളുടെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തിയപ്പോൾ, വിശ്വാസത്തിന്റെ പേരിൽ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചപ്പോഴും, പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയ മറിയച്ചേട്ടത്തിയെ ചേർത്ത് നിർത്തിയപ്പോഴും അവർ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് തന്നെ ആക്രമിച്ചു. ഒന്നിലും പ്രതികരിക്കാതെ പ്രകോപനപരമില്ലാതെ അദ്ദേഹം തന്റെ കടമകൾ നിറവേറ്റുകയും ചെയ്തു. വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ ചില മാധ്യമങ്ങളെ വിലക്കെടുത്തുകൊണ്ട് ഇല്ലാ കഥകൾ തന്നെ മെനഞ്ഞെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് അതിരുവിട്ട അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ വീണില്ല. ആരോടും പരാതി പറയാതെ, പരിഭവങ്ങൾ പ്രകടിപ്പിക്കാതെ, എതിർ സ്ഥാനാർത്ഥികളെ അവഹേളിക്കാതെ വീണ്ടും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 4 ദിക്കിൽ നിന്നും അദ്ദേഹത്തിന് നേരെ വിഷം പുരട്ടിയ അസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. അതിനെ എല്ലാം ഭേദിച്ച് ജനങ്ങൾക്ക് വിധി എഴുതാൻ അദ്ദേഹം നിന്നുകൊടുത്തു.
ആ മനുഷ്യന്റെ സ്നേഹത്തിനും ക്ഷമയ്ക്കും ആർജവത്തിനും നിശ്ചയദാർഢ്യത്തിനും സേവനത്തിനും മുന്നിൽ ജനങ്ങൾ അവരുടെ ഹൃദയം അടിയറവ് വെച്ചു. വിജയത്തിൽ കുറഞ്ഞതൊന്നും നൽകില്ല എന്ന അവസാനം തീരുമാനം വരെ എടുത്തു. ജൂൺ 4 ജനങ്ങൾ വിധി എഴുതി. ഇത്തവണയെങ്കിലും തൃശൂർ എടുക്കുമോ എന്ന് പരിഹസിച്ചവരുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ജനങ്ങൾ പറഞ്ഞു, തൃശൂർ ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ ആ മനുഷ്യനെ നോവിച്ചപ്പോൾ ഞങ്ങളുടെ ജനനായകനായി ഒരു ജനത അദ്ദേഹത്തെ നെഞ്ചിലേറ്റി. എന്തായാലും ഒരു കാര്യം കൂടി പറയട്ടെ, അയാളുടെ പേര് സുരേഷ് ഗോപി എന്നാണ്. അതൊന്നോർത്താൽ നന്ന്.